Hi. So, in this video, we are going to have a detailed study of factory overhead variance analysis. നമ്മൾ ഓൾറെഡി വേരിയൻസ് അനാലിസിസ് ഫാക്ടറി ഓവർഹെഡിൻ്റെ വേരിയൻസ് അനാലിസിസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് വേറൊരു ആംഗിളിൽ നോക്കാൻ പോവാണ്. കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡ് വ്യൂ, അതായത് ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വേരിയൻസ് എന്നൊക്കെ പറഞ്ഞൊരു വേരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നും കൂടെ നമ്മൾ ഈ വീഡിയോ വെച്ചിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തിയറി പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. മെയ് 2021 SCMPEയിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ഈ ഒരു തിയറിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് വന്നത്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത് സോൾവ് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് തിയറി നോക്കാം. അപ്പോൾ നോക്കിയേ, മോർ ഇൻസൈറ്റ്സ് അബൌട്ട് ഫാക്ടറി ഓവർഹെഡ് വേരിയൻസ് അനാലിസിസ്. അപ്പോൾ നോക്കാം, ഫാക്ടറി ഓവർഹെഡിൻ്റെ വേരിയൻസ് അനാലിസിസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് 2-way ഫാക്ടറി ഓവർഹെഡ് വേരിയൻസ് അനാലിസിസ് ആൻഡ് 3-way ഫാക്ടറി ഓവർഹെഡ് വേരിയൻസ് അനാലിസിസ്. സോ 2-way അനാലിസിസും ഉണ്ട്, 3-way അനാലിസിസും ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വിൽ ലുക്ക് ഇൻ ടു 3-way ഫാക്ടറി ഓവർഹെഡ് വേരിയൻസ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ 3-way ഫാക്ടറി ഓവർഹെഡ് അനാലിസിസിൽ ഏതൊക്കെ വേരിയൻസ് ആണ് ഉള്ളത്? അപ്പോൾ നോക്കിയേ, ദ 3-way അനാലിസിസ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഷോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ഫാക്ടറി ഓവർഹെഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫാക്ടറി ഓവർഹെഡ് വിച്ച് വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു 3 കോമ്പണൻസ്. സോ 3-way, ആ പേര് പറയണ പോലെ 3-way അനാലിസിസിൽ നമ്മുടെ വേരിയൻസ് അനാലിസിസിനെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യണത്. ഏതൊക്കെയാണ്? സോ ഫസ്റ്റ് പാർട്ട് ഇസ് സ്പെൻഡിങ് ഓർ എക്സ്പെൻഡിച്ചർ വേരിയൻസ്, സെക്കൻഡ് പാർട്ട് ഇസ് എഫിഷ്യൻസി വേരിയൻസ് ആൻഡ് തേർഡ് പാർട്ട് ഇസ് വോളിയം വേരിയൻസ്. സോ ഇങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് വേരിയൻസിന്. അപ്പോൾ നമുക്ക് ഓരോ വേരിയൻസ് എന്താണെന്ന് നോക്കാം, എന്നിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ദീസ് വേരിയൻസസ് ആർ കമ്പ്യൂട്ടഡ് ആസ് ഫോളോ. സോ ഫസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് സ്പെൻഡിങ് വേരിയൻസ്. സ്പെൻഡിങ് വേരിയൻസിന് നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം, നമ്മളുടെ എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഇല്ലേ. അപ്പോൾ ടോട്ടൽ വേരിയൻസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3. ഫസ്റ്റ് പാർട്ട് ഇസ് സ്പെൻഡിങ് വേരിയൻസ് ഓർ എക്സ്പെൻഡിച്ചർ വേരിയൻസ്. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ വേരിയൻസിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിൻ്റെ വേരിയൻസ് ആണ്? ഫാക്ടറി ഓവർഹെഡിനെയാണ് കേട്ടോ. ഫാക്ടറി ഓവർഹെഡിൻ്റെ വേരിയൻസ് അനാലിസിസ്. ഫാക്ടറി ഓവർഹെഡിൽ 2 കാര്യങ്ങളുണ്ടാവും. വേരിയബിൾ ഫാക്ടറി ഓവർഹെഡും ഉണ്ടാവും, ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡും ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഫാക്ടറി ഓവർഹെഡ് വേരിയൻസ് കോമൺ ആയിട്ടാണ് നമ്മൾ വേരിയൻസ് അനാലിസിസ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫാക്ടറി ഓവർഹെഡ് വേരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിലേതൊക്കെ വേരിയൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസിൽ എന്തൊക്കെ ഉണ്ടാവും? സോ ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ ഓർ സ്പെൻഡിങ് വേരിയൻസ് വിൽ ഹാവ് 2 തിങ്സ്. ഒന്ന് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും ഉണ്ടാവും, അതേപോലെ ഫിക്സ്ഡ് ഓവർഹെഡ് ബഡ്ജറ്റ് വേരിയൻസ് എന്നാണ് പറയണത്. ഫിക്സ്ഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും ഉണ്ടാവും. സോ രണ്ടിൻ്റെയും എക്സ്പെൻഡിച്ചർ വേരിയൻസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആൻഡ് ഫിക്സ്ഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസ് കിട്ടും. നെക്സ്റ്റ് ഇസ് എഫിഷ്യൻസി വേരിയൻസ്. സോ എഫിഷ്യൻസി വേരിയൻസിൽ ഏത് മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ? വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ കേട്ടോ. ഇവിടെ പോയി ഫിക്സഡ് ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് എടുക്കാൻ പാടില്ല. അതല്ല ഇവിടെ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. ഫാക്ടറി ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് വിൽ ഇൻക്ലൂഡ് ഓൺലി വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇനി തേർഡ് വൺ ഇസ് വോളിയം വേരിയൻസ്. വോളിയം വേരിയൻസിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസിനെയാണ് ഫാക്ടറി ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഫാക്ടറി ഓവർഹെഡ് വേരിയൻസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഫാക്ടറി ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസ്, ഫാക്ടറി ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ് വോളിയം വേരിയൻസ്. അതിൽ ഫാക്ടറി ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസിൽ 2 പാർട്ടിൻ്റെയും സ്പെൻഡിങ് വേരിയൻസസ് വരണം. വേരിയബിൾ ഓവർഹെഡിൻ്റെയും വരണം, ഫിക്സ്ഡ് ഓവർഹെഡിൻ്റെയും വരണം. ഇനി ഫാക്ടറി ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസിൽ വേരിയബിൾ ഓവർഹെഡിൻ്റെ എഫിഷ്യൻസി വേരിയൻസ് മാത്രം വന്നാൽ മതി. അതേപോലെ ഫാക്ടറി ഓവർഹെഡ് വോളിയം വേരിയൻസ് വിൽ ഇൻക്ലൂഡ് ഓൺലി ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ്. ഈ ഫിക്സ്ഡ് ഓവർഹെഡ് വോളിയം വേരിയൻസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫിക്സ്ഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് ഇസ് ഡിവൈഡഡ് ഇൻടു 2. ഫിക്സ്ഡ് ഓവർഹെഡ് കപ്പാസിറ്റി വേരിയൻസ് ആൻഡ് ഫിക്സ്ഡ് ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. സോ ഫിക്സ്ഡ് ഓവർഹെഡിൻ്റെ എഫിഷ്യൻസി വേരിയൻസ് ഒക്കെ ഓൾറെഡി ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. സോ അത് വീണ്ടും എടുത്ത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല കേട്ടോ.
അപ്പോൾ ഇങ്ങനെയാണ് 3-way അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു പ്രോബ്ലം വെച്ചിട്ട് ഇത് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ശരി, അപ്പോൾ നോക്കാം, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ കമ്പനി XYZ produces a product that has the following factory overhead standard cost per unit. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. The budgeted production is at the normal capacity of 1000 units. അപ്പോൾ ഇവരുടെ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1000 യൂണിറ്റ്സ് ആണ്. It requires a budgeted time of 3000 hours. So budgeted production അറിയാം, budgeted hours അറിയാം. The total fixed factory overhead at this capacity is 30,000. അപ്പോൾ ഇത് എന്താണ്? This is total fixed factory overhead കേട്ടോ. ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് 30,000 ആണ്. അപ്പോൾ ബഡ്ജറ്റഡ് ആണ് ഇത്. The total fixed factory overhead at this capacity is 30,000 എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരി, ഇനി നോക്കി, റേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടുണ്ടെന്നല്ലേ പറയണത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ തന്നേക്കാണ്. അപ്പോൾ നോക്കി, വേരിയബിൾ ഓവർഹെഡ് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? വേരിയബിൾ ഓവർഹെഡ് 3 hours is required for every unit and rate of variable overhead is 30. Similarly, fixed overhead 3 hours required, 3 hours ആണ് ഒരു യൂണിറ്റിൻ്റെ ടൈം, ആൻഡ് റേറ്റ് ഓഫ് ഫിക്സ്ഡ് ഓവർഹെഡ്, റിക്കവറി റേറ്റ് ഓഫ് ഫിക്സ്ഡ് ഓവർഹെഡ് ഇസ് ₹10 per hour. ശരി, ഡ്യൂറിങ് ദ മന്ത് കമ്പനി പ്രൊഡ്യൂസ്ഡ് 1100 units. See, our budgeted production is 1000 units, but actual production is 1100 units and incurred the following actual factory overhead cost എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ ആക്ച്വൽ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് 94,250 ആണ് സ്പെൻഡ് ചെയ്തത്. അതുപോലെ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് 36,500 ആണ് സ്പെൻഡ് ചെയ്തത്. സോ ടോട്ടൽ 1,30,750. ദിസ് ഇസ് ദി വേരിയബിൾ ഓവർഹെഡ് ഇൻകേർഡ് ഫോർ ദ പീരീഡ്. ശരി, ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. കമ്പ്യൂട്ട് 3-way അനാലിസിസ് വേരിയൻസ്. 3-way അനാലിസിസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച 3 വേരിയൻസ് അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. 3-way അനാലിസിസിൽ എന്തൊക്കെ വരും? സ്പെൻഡിങ് വേരിയൻസ്, എഫിഷ്യൻസി വേരിയൻസ് ആൻഡ് വോളിയം വേരിയൻസ്. അപ്പോൾ ഞാൻ നമ്മളുടെ സാധാരണ ഫോമുല വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. ബിക്കോസ് ഈ ഫോർമുലയൊക്കെ നമുക്കറിയാം, വെറുതെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പോവാണ്. അപ്പോൾ നോക്കിയേ, സ്പെൻഡിങ് വേരിയൻസിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? സ്പെൻഡിങ് വേരിയൻസ് വിൽ ഇൻക്ലൂഡ് ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആൻഡ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. രണ്ടിൻ്റെ ഫോമുല അറിയാലോ. സോ ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഇസ് ഈക്വൽ ടു ബഡ്ജറ്റഡ് ഓവർഹെഡ് മൈനസ് ആക്ച്വൽ ഓവർഹെഡ്, അല്ലേ? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് മൈനസ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. ഇത് ഫിക്സഡ് ഓവർഹെഡിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്, ഫിക്സഡ് ഓവർഹെഡ്. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റഡ് ഓവർഹെഡ് എത്രയാണ്? സി, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Budgeted fixed overhead is 30,000 and actual fixed overhead is 36,500. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. സോ 30,000 എക്സ്പെക്ട് ചെയ്തു, 36,000 സ്പെൻഡ് ചെയ്തു, 6,500 അഡ്വേഴ്സ് വേരിയൻസ് ആണ്. ക്ലിയർ അല്ലേ? ശരി, അടുത്തത് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. അതിൻ്റെ ഫോമുല എന്താണ്? വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഓർ റേറ്റ് വേരിയൻസ്. ദ ഫോമുല ഇസ് സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ്, അല്ലെ? വെനെവർ ദർ ഇസ് റേറ്റ് വേരിയൻസ് ഓൾവേസ് മൾട്ടിപ്ലൈ വിത്ത് ആക്ച്വൽ അവേഴ്സ്. സോ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ്. അപ്പോൾ റേറ്റ് ഒക്കെ വേണം എനിക്ക്. സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. വേരിയബിൾ ഓവർഹെഡിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് 30. ആക്ച്വൽ റേറ്റ് തന്നിട്ടുണ്ടോ? അതും തന്നിട്ടുണ്ട്. ആക്ച്വൽ റേറ്റ് ഇസ് 29. സോ 30 മൈനസ് 29 ഇൻറ്റു ഏത് അവേഴ്സാണ്? ആക്ച്വൽ അവേഴ്സ് 3250. സോ 30 മൈനസ് 29 ഇൻറ്റു 3250. സോ 3250 ഫേവറബിൾ എന്ന് വന്നു. എന്തുകൊണ്ടാണ് ഫേവറബിൾ വന്നത്? ബിക്കോസ് ദി ആക്ച്വൽ റേറ്റ് പെയ്ഡ് ഇസ് ലെസ് ദാൻ ദി സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡിനെങ്കിലും കുറവാണ് നമ്മൾ കൊടുത്തത്. സോ ഫേവറബിൾ വേരിയൻസ്. ക്ലിയർ അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെൻഡിങ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് ക്ലിയർ ആയി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? സെക്കൻഡ് നമുക്ക് വേണ്ടത് എഫിഷ്യൻസി വേരിയൻസ് ആണ്.
അപ്പോൾ എഫിഷ്യൻസി വേരിയൻസിൽ ഏത് മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ? വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. അപ്പോൾ നോക്കിയേ, സെക്കൻഡ് പാർട്ട് എഫിഷ്യൻസി വേരിയൻസ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, വിട്ടുപോയി. ചില ക്വസ്റ്റ്യൻസിൽ ഒരു പ്രശ്നം പറ്റും. ചില ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് മെയ് 21 വന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലത്തിൽ ഈ ഇഷ്യൂ ഉണ്ട്. എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞുതരാം. അവന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഈ ആക്ച്വൽ ഓവർ ഹെഡ് ഇല്ലേ, ഇതെന്താണ്? ഇത് നമ്മുടെ ആക്ച്വൽ ഓവർ ഹെഡ്സ് ആണ്, ആക്ച്വലി ഇൻകേർഡ് ഓവർ ഹെഡ്. ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് തരത്തില്ല. സ്പ്ലിറ്റപ്പ് തരാതെ ഈ ടോട്ടൽ എമൗണ്ട് മാത്രം തരും. 13750, അതായത് ടോട്ടൽ ആക്ച്വൽ ഓവർ ഹെഡ് ഇൻകേർഡ് എന്ന് പറഞ്ഞ് 13750 തരും. അങ്ങനെ മാത്രം തരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അതാണ് ബേസിക്കലി എനിക്ക് അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത് തന്നെ. അപ്പം നോക്കിക്കോ, നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2 വേരിയൻസ് അല്ലേടാ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? സ്പെൻഡിങ് വേരിയൻസിൽ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ഫിക്സ്ഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്, വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമാതിരി ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്ത് ഫിക്സഡ് ഓവർ ഹെഡിൻ്റെ ആക്ച്വൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് ഇൻകേർഡ് ഈ 36,500ഉം, അതേപോലെ വേരിയബിൾ ഓവർ ഹെഡിൻ്റെയും വേരിയബിൾ ഓവർ ഹെഡിൻ്റെ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. വേരിയബിൾ ഓവർ ഹെഡിൻ്റെ ആക്ച്വൽ എത്രയാണ് ഇൻകർ ചെയ്തത്? 29 × 3250 എന്ന് ചെയ്ത് നോക്കിയേ. അതായിരിക്കും നമ്മുടെ എമൗണ്ട്. 29 × 3250 അല്ലേ, 94,250. അതെ, 94,250. അപ്പോൾ ആക്ച്വൽ എക്സ്പെൻസ് വേരിയബിളും ഫിക്സ്ഡും കൂടി ഒരുമിച്ച് ചേർത്ത് തന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും വേരിയൻസ്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർമാറ്റ് ഒന്ന് മാറ്റണം. ഓക്കെ, അപ്പോൾ സ്പെൻഡിങ് വേരിയൻസ് എന്ന് നമ്മൾ എഴുതിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ആക്ച്വൽ ഫിക്സ്ഡ് ഓവർ ഹെഡിൽ എന്തെല്ലാം ഉണ്ട്? ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് അല്ല, ആക്ച്വൽ ഫാക്ടറി ഓവർ ഹെഡ് എഴുതുക. ഫാക്ടറി ഓവർ ഹെഡ്, ഈ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്? ഇതിൽ ഫിക്സഡിൻ്റെ ആക്ച്വലും ഉണ്ട്, വേരിയബിൾ ഓവർ ഹെഡിൻ്റെ ആക്ച്വലും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട കാര്യത്തിന് നമ്മൾ വിളിക്കുന്നത് ബഡ്ജറ്റ് അലൗഡ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ച്വൽ അവേഴ്സ്. അതായത് ആക്ച്വൽ അവേഴ്സിൻ്റെ ബേസിസിൽ നമ്മളൊരു ബഡ്ജറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ എഴുതണ സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ വന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ലോജിക്കലി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. അതൊരു പ്രശ്നമില്ല. ഈ സെൻറ്റൻസ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചോ, ബിക്കോസ് എക്സാമിന് നമുക്കത് എഴുതണ്ടേ. അപ്പോൾ ആ സെൻറ്റൻസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചോ. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനം ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ആക്ച്വൽ ഫാക്ടറി ഓവർ ഹെഡ് ഇവിടെ നമ്മൾ എഴുതി. എന്നിട്ട് അത് എന്തിൽ നിന്നാണ് മൈനസ് ചെയ്യാൻ പോണത്? അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യും? ബഡ്ജറ്റ് അലൗഡ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ച്വൽ അവേഴ്സ്. നമ്മുടെ ആക്ച്വൽ അവേഴ്സിൻ്റെ ബേസിസിൽ ഒരു ബഡ്ജറ്റഡ് ഫിഗർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്ര ഉള്ളടാ. നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ ഫിക്സ്ഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും. അപ്പോൾ ഇതിൽ ഈ 2 ഫിഗേഴ്സ് 36,500ഉം അതേപോലെ ഈ ഫിഗർ 94,250 അല്ലേ, 94,250, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് അവന്മാർ തന്നു. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ 2 ഫിഗേഴ്സ് അല്ലേ ഇപ്പുറത്തെ സൈഡിൽ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഈ 2 ബഡ്ജറ്റഡ് ഫിഗേഴ്സ്, അതിൽ 30,000 ഓക്കെ ഡയറക്റ്റ്ലി ഉണ്ട്. നമ്മുടെ വേരിയബിൾ ഓവർ ഹെഡിൻ്റെ ഫിഗർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 30 × 3250. ഓക്കെ, 30 × 3250. സോ ഈ 2 ഫിഗേഴ്സ് 30,000 ഫിക്സഡിൻ്റെ വേരിയബിൾ ഓവർ ഹെഡിൻ്റെ ഈ ഫിഗറും ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മൈനസ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ അതിനിവർ പറയുന്ന പേരെന്താണ്? ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ആക്ച്വൽ അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ ആക്ച്വൽ അവേഴ്സിനെ ബേസ് ചെയ്തല്ലേ നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കിയത്. അതായത് ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആക്ച്വൽ അവേഴ്സ് അല്ലേ. അപ്പോൾ ആ ആക്ച്വൽ അവേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് വേണം എടുക്കാനെന്ന്. അപ്പോൾ അതിൻ്റെ താഴെ വേരിയബിൾ എങ്ങനെ വരും? വേരിയബിൾ is equal to 3250 which is my actual hours into standard rate. ഓക്കെ,
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ 3250 അവേഴ്സ് വർക്ക് ചെയ്തു. ആ 3250 അവേഴ്സ് വർക്ക് ചെയ്തപ്പോൾ എത്ര റുപ്പീസ് എക്സ്പെൻസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്? ബഡ്ജറ്റഡ് എക്സ്പെൻസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ അവേഴ്സ്. മനസ്സിലായോ? ആക്ച്വൽ അവേഴ്സിനെ ബേസ് ചെയ്ത് എത്ര എക്സ്പെൻസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്? അപ്പോൾ നോക്കിയേ, 97,500 എന്ന് കിട്ടി. 3250 ഇൻറ്റു 30. അതേപോലെ ഫിക്സഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റഡ് എക്സ്പെൻസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, 30,000. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഫിഗർ വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ സെയിം വേരിയൻസ് കിട്ടും. 3250 അഡ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെയിം വേരിയൻസ് കിട്ടും. ക്ലിയർ ആണോ? ശരി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എത്രേ ഉള്ളൂ, ഇതിൻ്റെ ഒരു ഫോർമാറ്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ ചെയ്തത് എന്ത് തന്നെയാണ്? ഫിക്സ്ഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും തന്നെയാണ് ചെയ്തത്. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്? ബിക്കോസ് ആക്ച്വൽ എക്സ്പെൻസ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ കമ്പൈൻ ചെയ്ത് തരും. മനസ്സിലായോ? ഫിക്സഡും വേരിയബിളും കൂടെ കമ്പൈൻ ചെയ്ത് തരും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ആ എഴുതുന്ന ഇതിൽ മാത്രം ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് നമ്മുടെ ഫോർമുല ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ആക്ച്വൽ ഓവർ ഹെഡ് കമ്പൈൻഡ് ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ ബഡ്ജറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ച്വൽ അവേഴ്സ് എന്ന് എഴുതിയിട്ട് വേണം ആ വേരിയബിളും ഫിക്സഡും എഴുതാൻ വേണ്ടി. ഓക്കെ, ബിക്കോസ് ആക്ച്വൽ അവേഴ്സിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ ആ ഫിഗർ കണ്ടുപിടിച്ചേക്കുന്നത്. 97,500 എന്നുള്ള ഫിഗറൊക്കെ കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ അവേഴ്സ്, അല്ലാണ്ട് ബഡ്ജറ്റഡ് അവേഴ്സിനെ ബേസ് ചെയ്തിട്ടല്ല. ഓക്കെ, ശരി. ഇനി സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമ്മൾ സ്പെൻഡിങ് വേരിയൻസ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എഫിഷ്യൻസി വേരിയൻസ്. എഫിഷ്യൻസി വേരിയൻസിൽ എന്ത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്? വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. അതിൻ്റെ ഫോമിൽ നമുക്കറിയാലോ, വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓർഡിനറി ഫോമുല. സോ സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് അവേഴ്സ് എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാ? ഐ പ്രൊഡ്യൂസ്ഡ് 1100 യൂണിറ്റ്സ് ഇൻറ്റു എത്ര അവേഴ്സാണ്? 3 hours per യൂണിറ്റ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് അവേഴ്സ് 3300. ആക്ച്വൽ എത്ര അവേഴ്സാണ്? ഇതേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആക്ച്വൽ അവേഴ്സ് 3250. സോ ഡയറക്റ്റ്ലി അതെടുത്താൽ മതി. സോ സ്റ്റാൻഡേർഡ് അവേഴ്സ് 3300 മൈനസ് ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ 1500 എഫ് എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് ഇത് ഫേവറബിൾ വന്നത്? 3300 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി 3250 മണിക്കൂർ കൊണ്ട് ചെയ്തു. കുറവ് മണിക്കൂർ എടുത്തുള്ളൂ. സോ എന്ത് വേരിയൻസ് വന്നു? ഫേവറബിൾ വേരിയൻസ് വന്നു. ശരി, അപ്പോൾ സ്പെൻഡിങ് വേരിയൻസ് കഴിഞ്ഞു, എഫിഷ്യൻസി വേരിയൻസ് കഴിഞ്ഞു. തേർഡ് ഇസ് ഫാക്ടറി ഓവർഹെഡ് വോളിയം വേരിയൻസ്. So factory overhead volume variance contains only one variance, which is fixed overhead volume variance. Okay, so volume variance il orennu ullu, fixed overhead volume variance. Endha formula volume variance inde? Budgeted production minus actual production into recovery rate. Okay, budgeted production ഒക്കെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തല്ലേ ഉള്ളൂ. കമ്പനി ബഡ്ജറ്റ് ചെയ്തേക്കുന്നത് they will produce 1000 യൂണിറ്റ്സ് എന്നാണ്. പക്ഷേ ആക്ച്വലി they produce 1100 യൂണിറ്റ്സ്. അപ്പോൾ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ fixed overhead variance will be favorable. Why? Because if I produce more units, recovery will be more. More units produced means there will be more recovery. Hence favorable variance. Answer favorable ആയിരിക്കും. Into recovery rate per unit വേണം. എങ്ങനെ recovery rate per unit കണ്ടുപിടിക്കുന്നത്? See നോക്ക്. ഇവരുടെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000 അല്ലേ? ഇവിടെ ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഇസ് 30,000 ഡിവൈഡഡ് ബൈ ഹൗ മെനി യൂണിറ്റ്സ്? അപ്പോൾ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 30,000 ആണ്. ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ 1000 ആണ്. സോ എത്ര കിട്ടും? ₹30 പെർ യൂണിറ്റ് എന്ന് കിട്ടും. ഒരു യൂണിറ്റ് വെച്ചിട്ട് എത്ര രൂപ റിക്കവർ ചെയ്യണം? 30 rupees. സോ ആ 30 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഫിക്സ്ഡ് ഓവർ ഹെഡ് വോളിയം വേരിയൻസ് കിട്ടി. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്പെൻഡിങ്, എഫിഷ്യൻസി, വോളിയം മൂന്നും കൂടെ ആഡ് ചെയ്താൽ വി ഗെറ്റ്
ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് വേരിയൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മളുടെ കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനെ ബേസ് ചെയ്ത് തന്നെ ഈ ത്രീ വേ, ഇപ്പം നമ്മൾ ചെയ്തത് 3 വേ അനാലിസിസ് അല്ലേ, അതിന് 3 കോമ്പണൻസ് ഉണ്ടായിരുന്നു, സ്പെൻഡിങ്, വോളിയം ആൻഡ് എഫിഷ്യൻസി, 3 കോമ്പണൻസ്. ഇനി 2 വേ അനാലിസിസ് എന്താണ് ഡിഫറൻസ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 3 വേ അനാലിസിസ് ആൻഡ് 2 വേ അനാലിസിസ് നോക്കാം. So under 2 വേ അനാലിസിസ് the total factory overhead will be divided into only 2 components. 2 വേ അനാലിസിസിൽ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡിനെ 2 കോമ്പണൻ്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് കോമ്പണൻ്റ് ഇസ് ബഡ്ജറ്റ് വേരിയൻസ് ആൻഡ് സെക്കൻഡ് കോമ്പണൻ്റ് ഇസ് വോളിയം വേരിയൻസ്. ഫസ്റ്റ് കോമ്പണൻ്റ് ബഡ്ജറ്റ് വേരിയൻസ്, സെക്കൻഡ് കോമ്പണൻ്റ് വോളിയം വേരിയൻസ്. ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ സിമ്പിളാണ്. ഈ 3 വേ അനാലിസിസ് കണ്ടുപിടിച്ചായില്ലേ, അത് നമുക്ക് ഡയറക്റ്റ്ലി 2 വേ അനാലിസിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റഡ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബഡ്ജറ്റഡ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് വേരിയൻസും എഫിഷ്യൻസി വേരിയൻസിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റഡ് വേരിയൻസ്. ഓക്കെ, അപ്പോൾ 3 വേ അനാലിസിസ് തന്നെയാണ് 2 വേ അനാലിസിസ്, വലിയ മാറ്റമൊന്നുമില്ല. 3 വേ അനാലിസിസിലുള്ള ഫസ്റ്റ് 2 കോമ്പണൻറ്റ് സ്പെൻഡിങ് വേരിയൻസ് ആൻഡ് എഫിഷ്യൻസി വേരിയൻസ്, കമ്പൈൻ ദോസ് 2 ആൻഡ് വി കോൾ ഇറ്റ് ആസ് ബഡ്ജറ്റ് വേരിയൻസ്. അപ്പോൾ ഇനി 2 ഉള്ളൂ, 2 കോമ്പണൻസുകൾ, ബഡ്ജറ്റ് വേരിയൻസും വോളിയം വേരിയൻസും. പക്ഷേ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബഡ്ജറ്റ് വേരിയൻസിൻ്റെ ഉള്ളിൽ സ്പെൻഡിങ് വേരിയൻസും ഉണ്ടാവും, എഫിഷ്യൻസി വേരിയൻസും ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് എന്ന് പറയും? 2 വേ അനാലിസിസ് എന്ന് പറയും. വേറെ ഫോർമുല പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, പഠിക്കേണ്ട. കാരണം നമ്മളിപ്പോൾ 3 വേ അനാലിസിസ് പഠിച്ചില്ലേ, അതിൽ ആദ്യത്തെ 2 കോമ്പണൻറ്റും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബഡ്ജറ്റ് വേരിയൻസ് കിട്ടും. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ് ആ 2 വേ അനാലിസിസിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത്. മെയ് 2021 പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ശരി.